യുവമോർച്ച പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ പ്രശാന്ത് ശിവൻ, പാലക്കാടിനെ സംബന്ധിച്ച് ഇത്തവണ കഴിഞ്ഞ തവണ തന്നെ വിജയത്തോളം എത്തിയ പരാജയമാണ് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തവണ അത് ഉറപ്പായിരുന്നു, വിജയം ഉറപ്പ് എന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ ചർച്ചയാക്കിയത് വികസന പ്രശ്നങ്ങൾ തന്നെയാണ്. വികസന കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്തുകൊണ്ട് തുടങ്ങുന്നു പ്രചരണം. അതേസമയം മറു ക്യാമ്പിൽ എന്താണ് സംഭവിക്കുന്നത്? തമ്മിലടി, ആര് എങ്ങോട്ട് പോകുന്നു, എവിടുന്ന് എങ്ങോട്ട് വരുന്നു, ആരുടെ സ്ഥാനാർത്ഥി, ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത്, എനിക്ക് ഇത്തവണ ഈ ചിഹ്നത്തിനാണ് വോട്ട് ചെയ്യേണ്ടതെന്നൊക്കെ വോട്ടർമാരെ പറഞ്ഞു മനസ്സിലാക്കേണ്ട അവസ്ഥ ഇതൊക്കെ നടക്കുകയാണെന്ന് മാത്രമല്ല കുറേ വിവാദങ്ങളും കൂടി കുടഞ്ഞിട്ടു പാലക്കാട് ജനങ്ങളുടെ തലയിലേക്ക് എന്ന രീതിയിൽ ഒരു വശത്ത് നടക്കുന്നു. പക്ഷേ ആത്മവിശ്വാസം എത്രത്തോളം ഇന്നലെ ഈ പോളിംഗ് കൂടി അവസാനിച്ചു കഴിഞ്ഞപ്പോഴേക്കും? BJPയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്ന തുടക്ക കാലഘട്ടം മുതൽ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും ക്യാമ്പുകൾ കിണഞ്ഞ് പരിശ്രമിച്ചിരുന്നു. അതിൽ ഏറ്റവും ആദ്യത്തെ ആരോപണമായിരുന്നു പാലക്കാട് BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ വിള്ളലുണ്ടാവുമെന്ന തരത്തിൽ. ഇന്നലത്തെ പോളിംഗ് കഴിഞ്ഞതോടുകൂടി ആ പ്രസ്താവനയുടെ തന്നെ മുന്നൊടിഞ്ഞു പോയി. അതായത് വലിയ രീതിയിൽ ഇവിടുത്തെ പല മാധ്യമങ്ങൾ ഉൾപ്പെടെ കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും നേതാക്കന്മാർ ഉൾപ്പെടെ പറഞ്ഞിരുന്നു പാലക്കാട് BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നായ മൂത്താന്തറ, വടക്കന്തറ ഭാഗങ്ങളിൽ ആളുകൾ വോട്ട് ചെയ്യാൻ പോവില്ല എന്നത്. ഇന്നലത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രമെടുത്ത് പരിശോധിച്ചാൽ പോളിംഗ് ശതമാനം കണക്കാക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ശക്തി കേന്ദ്രങ്ങളിൽ, BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ 80%, 85% മുകളിലേക്ക് പോളിംഗ് പോയിട്ടുണ്ട്. മണ്ഡലത്തിൻ്റെ ശരാശരി 70% നിൽക്കുന്ന സമയത്ത് ഇവിടെ BJPയുടെ സ്ട്രോങ് ഹോൾഡുകളിൽ ഞങ്ങൾക്ക് 85% വരെ പോളിംഗ് എത്തിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. മൂത്താന്തറ പോലെയുള്ള ബൂത്തുകളിൽ മെട്രോമാൻ ശ്രീധരൻ സാറിന് ലഭിച്ച വോട്ടിനേക്കാൾ കൂടുതൽ BJPക്ക് വോട്ട് ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ ആശങ്കയും ഞങ്ങൾക്കില്ല. കാരണം ആ ബൂത്തുകളിലെല്ലാം പോളിംഗ് ശരാശരി വർദ്ധിച്ചിട്ടുണ്ട്. പല ബൂത്തുകളിലും മെട്രോമാൻ ശ്രീധരൻ സാറിന് ലഭിച്ചതിനേക്കാൾ 50 or 100 വോട്ടുകൾ ഞങ്ങൾക്ക് കൂടുതൽ ലഭിച്ചിട്ടുണ്ട്, ഈ പോൾ ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങളുടെ വോട്ട് വർധനവിൽ കാര്യമായിട്ടുണ്ടാകുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. പിന്നെ രണ്ട്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ വലിയ രീതിയിൽ കോൺഗ്രസിൻ്റെ വാദങ്ങൾ എല്ലാം തകർന്നടിയുന്ന കാഴ്ചകൾ ഞങ്ങൾക്ക് കാണാൻ സാധിക്കും. പാലക്കാടിൻ്റെ വികസനത്തെക്കുറിച്ച് മാത്രമായിരുന്നു വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ ചർച്ച നടന്നിരുന്നത്. പാലക്കാട് മെഡിക്കൽ കോളേജ് വിഷയം, പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡ് വിഷയം, പാലക്കാട് ടൗൺ ഹാൾ MLA ഫണ്ട് ഉപയോഗിച്ച് നവീകരിക്കുന്നതിലുണ്ടായ കാലതാമസം, ഇനിയും പണി എവിടെയും എത്തിയിട്ടില്ല. പാലക്കാട് ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ വിഷയം, കേരളത്തിലെ ഏറ്റവും അധികം പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ് പാലക്കാട് മോയിൻ ഗേൾസ് സ്കൂൾ.